ദേവികുളത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തെരുവുനായ ആക്രമണത്തിൽ പരിക്ക്. 4 വിദ്യാർത്ഥികൾക്കാണ് തെരുവുനായകളുടെ കടിയേറ്റത്. ബുധനാഴ്ച മറ്റൊരു വിദ്യാർത്ഥിക്കും തെരുവുനായയുടെ കടിയേറ്റിരുന്നു. സ്കൂളിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് വിദ്യാർത്ഥികളെ തെരുവുനായ ആക്രമിച്ചത്. മൂന്നാർ മേഖലയിൽ തെരുവുനായ ശല്യം വർദ്ധിച്ചു വരികയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാർ ടൗണിൽ വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ തെരുവുനായയുടെ കടിയേറ്റിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ ദേവികുളത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ തെരുവുനായ ആക്രമണം ഉണ്ടായത്. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് വിദ്യാർത്ഥികളെ തെരുവുനായ ആക്രമിച്ചത്. ഒരേ നായയാണ് ആക്രമണം നടത്തിയത്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി 5 വിദ്യാർത്ഥികൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. വ്യാഴാഴ്ച 4 വിദ്യാർത്ഥികളെയാണ് നായ ആക്രമിച്ചത്. ദേവികുളത്ത് ഇവിടെ നായ്ശല്യം വളരെ രൂക്ഷമായിട്ട് കൊണ്ടിരിക്കുകയാണ്. വഴി കൂടെയാണെങ്കിലും ജനങ്ങൾക്ക് നടക്കാൻ ഭീതിയിലാണ്ട് നടക്കുകയാണ്. ഇന്ന് തന്നെയാണെങ്കിൽ സ്കൂളിൻ്റെ പരിസരത്ത് 5 കുട്ടികളെ നായകൾ കടിക്കാനിടയായി. സർക്കാർ സ്ഥാപനങ്ങളിലും വില്ലേജ് ഓഫീസ്, കളക്ടർ ഓഫീസ് എല്ലാ സ്ഥാപനങ്ങളിലും നായകൾ കയറി ഇറങ്ങി നടക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഓഫീസിൽ കയറി ചെല്ലാൻ വരെ പേടിയായിട്ട് ഇരിക്കുകയാണ്. ഇവിടെ തെരുവുനായ ശല്യം രൂക്ഷം തന്നെയാണ്. ഈ റൂട്ടിൽ ഞങ്ങൾക്ക് തന്നെ വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ചില സമയത്ത് പട്ടികൾ ഓടിച്ച് കടിപിടി കൂടി ഓടി വട്ടം ചാടുക. ആ സമയത്ത് ബൈക്കോ വല്ലതും വന്നു കഴിഞ്ഞാൽ വലിയ വിഷയമാകും. അവർ വീഴുകയും ചെയ്യും, എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്യും. അതുപോലെ ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെ ഓടിച്ചിട്ട് കടിക്കും. ശല്യം ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്. നമ്മൾ എന്താവശ്യം വന്നു കഴിഞ്ഞാൽ പട്ടി നിർത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും എടുക്കാനും പറ്റുന്നില്ല. പേടിച്ചിട്ട് റോഡിലിറങ്ങി നടക്കാനും പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. നമ്മളെ കാണുമ്പോൾ പട്ടി ഇങ്ങോട്ട് വരുന്നു, നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. പട്ടി ഇങ്ങോട്ട് നമ്മൾ ഓടിക്കുന്നു. അതാണ് അവസ്ഥ. നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾ ചികിത്സ തേടി. ദേവികുളം മേഖലയിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. തെരുവുനായ ശല്യം കുറയ്ക്കുവാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.